ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടന്നു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ 25 അംഗൻവാടികളുടെ കീഴിൽ വരുന്ന കുട്ടികളുടെ കലാകായിക മത്സരങ്ങളാണ് ശലഭം 2025 എന്ന പേരിൽ നടന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ ദി ലാപ്ടോപ്പ് എക്സ്പെർട്ട്. തേർഡ് ക്യാമ്പ് LP സ്കൂളിൽ വെച്ച് നടന്ന കലാപരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് തെക്കേക്കുറ്റ ഉദ്ഘാടനം ചെയ്തു. അതിന് പുറമേ കാണുന്ന ചില ഭിന്നശേഷികൾ നമ്മൾ കാണുന്നു. ആ മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹമാണ്, ആ മക്കളെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം, അതൊക്കെ വളരെ വലുതാണ്. ഇത്രയും ഭാഗ്യമുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇന്ന് പത്രമാധ്യമങ്ങൾ നോക്കിയാൽ അമ്മയെ അറിയാത്ത മകന്, മക്കളെ അറിയാത്ത അമ്മയൊക്കെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വളരെ ചിന്തിക്കുകയും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ കുഞ്ഞുങ്ങളോട് സംഭവിക്കുന്നത്? ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര നിഷ്കളങ്കരാണ്, എത്ര എന്തൊരു മാലാകമാരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെ ശുശ്രൂഷിക്കുന്ന, അവരെ കാത്തു പരിപാലിക്കുന്ന മാതാപിതാക്കൾ നിങ്ങളെ ശരിക്കും മാലാകന്മാർ തന്നെയാണ്. മുഖ്യപ്രഭാഷണം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് S മോഹനൻ നടത്തി. മെമ്പർമാരായ PT ഷിഹാബ്, സിനി സന്തോഷ്, മിനി മനോജ്, വിജി അനിൽകുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ മോളമ്മ സുരേന്ദ്രൻ, നെടുങ്കണ്ടം ICDS CDPO ഇന്ദുലേഖ, നെടുങ്കണ്ടം ICDS ഓഫീസർ ബിന്ദു, തേർഡ് ക്യാമ്പ് LP സ്കൂൾ പ്രഥമ അധ്യാപക ശ്രീദേവി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ചിത്രങ്ങൾക്ക് കളർ കൊടുക്കൽ എന്നിവയും നടന്നു. പരിപാടികളിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും കുടകൾ വിതരണം ചെയ്തു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.